കാരണം അവരിവിടെ ഞങ്ങളുടെ ഈ വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വരുമ്പോൾ അവർ ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി അവിടെ ചെന്നപ്പോൾ ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ്. രാഹുലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അവർ ശ്രീധരമായിട്ട് ചോദിക്കുന്നില്ല എങ്കിലും അവർ പറഞ്ഞു ഞങ്ങളുടെ മകൻ്റെ ജോലിയും ഞങ്ങളുടെ കപ്പാസിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതാണ് അവിടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഏകദേശമൊക്കെ കൊടുക്കാവുന്നതൊക്കെ ഞങ്ങൾ തരുള്ളൂ എന്ന് പറയും. ഇതാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരി, പക്ഷേ ഈ രൂപത്തിലാണ് അവർ നമ്മളോട് സംസാരിച്ചത്. വ്യക്തമായ രീതിയിൽ സ്വർണം തന്നം ഇത്ര പവൻ്റെ തന്നം എന്നല്ല, ഞങ്ങളുടെ മകന് ഇങ്ങനെയുള്ളൊരു ആൾക്കാരാണ്, അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കിട്ടും. അല്ല കൊടുക്കാനാ അത് അവര് ചോദിച്ചിട്ടാണോ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചതാണോ? അങ്ങനെയൊന്നും അല്ല, അവര് സ്വന്തം നിലയ്ക്ക് ഞങ്ങളുടെ വ്യക്തമായ ഇത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഇത്ര ഞങ്ങൾ അങ്ങോട്ട് തരും എന്നുള്ള രീതിയാണ് ഞങ്ങൾ സംസാരിച്ചത്. അവര് പറഞ്ഞത് മനസ്സിലായില്ലേ സാറിന്? അതായത് എന്റെ മകന്റെ ജോലിയും അവരുടെ ആസ്തിയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്താണെന്ന് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, കാരണം നമ്മുടെ ചേട്ടനൊരു അല്ല അതെനിക്ക് മനസ്സിലായി, അതിൽ നമ്മൾ കൊടുത്തതിലും കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത് നമ്മുടെ പെൺകുട്ടിയോട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ വരൻ അത് സൂചിപ്പിക്കുകയും അമ്മ അത് സൂചിപ്പിക്കുകയും ചെയ്തു. അല്ല, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ ഇവര് തമ്മിൽ ഉള്ള പ്രശ്നങ്ങളിൽ നീ നിന്റെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളതായിരുന്നോ മുഖ്യമായ പ്രശ്നം? അതെ, തീർച്ചയായിട്ടും അവർക്കത് നമ്മൾ കൊടുത്തത് പോരാ എന്നുള്ള അവർ ആദ്യമേ പറഞ്ഞല്ല. അവരുടെ കപ്പാസിറ്റി, അവരുടെ ജോലിയും ഒക്കെ നോക്കുമ്പോൾ അവന് ഇതൊന്നും പോരാ എന്നുള്ള ഒരു മനസ്ഥിതിയാണ് അവനിൽ നിന്നുണ്ടായത്. അത് അവൻ്റെ അമ്മയിൽ നിന്നുണ്ടായി. അല്ല, കാരണം അവൻ്റെ അമ്മയും അവനുമായിട്ട് ഒരുപാട് നേരം ഇതിനെ സംസാരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങളോട് പെൺകുട്ടി അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വിളിച്ച് ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ചും കൂടി സ്വർണമോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ, പറഞ്ഞിരുന്നോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് കൂടുതൽ സ്വർണം വേണം അല്ലെങ്കിൽ കൂടുതൽ പണം വേണം, അത് ഇവിടുന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല, അവൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം തന്നെ അവൻ കൊടുത്തില്ല. കാരണം അവളുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോണും ATM കാർഡും ID കാർഡും എല്ലാം അവൻ പിടിച്ചു വാങ്ങി അവൻ്റെ സ്വന്തം കസ്റ്റഡിയിലാണ് വെച്ചത്. അവൾക്കൊന്ന് ഇങ്ങാടേക്ക് ഫോൺ വിളിക്കാനും പോലും അനുവാദം കൊടുത്തില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അവളെങ്ങനെ പറയും? അതിന് ശേഷങ്ങളാണ് ഈ മർദ്ദനങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ കുട്ടിക്ക് നമ്മളെ വിളിച്ചറിയിക്കാനുള്ളൊരു സാഹചര്യം അവൻ ഉണ്ടാക്കി കൊടുത്തില്ല. പോയി കണ്ടതുകൊണ്ട് അറിഞ്ഞതാണ്. അത് വളരെയധികം ക്രൂരമായ ഒരു കാര്യമല്ലേ? അതെ 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 ഞങ്ങൾ 12-ാം തീയതി ഞങ്ങൾ എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടിയെ ഞങ്ങൾക്ക് പൂമുഖവാതിക്കൽ നമ്മൾക്ക് കാണണം എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ മുൻവശത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആകാംക്ഷയോട് നോക്കി നിൽക്കുമല്ലോ ഒരു കുട്ടി. സ്വാഭാവികമായിട്ട് നമ്മൾ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും അമ്മമാരും ഇളയച്ചന്മാരൊക്കെ ചെല്ലുമ്പോൾ അവൾക്കൊരു വലിയ ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെയല്ല നമുക്ക് പതിവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കുട്ടി മുൻവശത്ത് ഉണ്ടായിരുന്നില്ല, രാഹുലും ഉണ്ടായിരുന്നില്ല. അവരുടെ വീട്ടിൽ തന്നെ അങ്ങനെ സ്വന്തക്കാരെന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കുറച്ച് ഇതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കൾ അടിക്കുന്ന ഇവിടെ വന്ന് ലഹരി വസ്തുക്കൾ അടിച്ച ആ കൂട്ടുകാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ അവളെ വിളിച്ചപ്പോഴാണ്, ഉള്ളിൽ ചെന്ന് ഞങ്ങൾ നിയമനെ അന്വേഷിച്ചപ്പോഴാണ് അവൾ മുകളിൽ ഡ്രസ്സ് മാറിയണമെന്ന് പറഞ്ഞു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വല്ലാത്ത ഒരു മുഖവുമായി നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രൂപ സാദൃശ്യമായിട്ടാണ് എൻ്റെ മകള് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ആ കാഴ്ച കണ്ടാൽ നമ്മൾക്ക് ആർക്കും സഹിക്കില്ല സർ. അത്രക്കും മുഷ്ടി ചുരുട്ടി ഇത്രയും കിളന്തായ ഒരു കുഞ്ഞിനെ ഇത്രക്കും അവൻ്റെ മസിൽ പവർ കൊണ്ട് അവൻ തലക്ക് ഇടിക്കുകയും ആ തല മുഴക്കുകയും അതുപോലെ തലയുടെ ചുറ്റുപിടിക്കുകയും കരണത്തടിക്കുകയും ചുണ്ട് മലർത്തുകയും ഈ വയറിട്ട്, അതായത് നമ്മുടെ ഈ
മൊബൈൽ ചാർജിൻ്റെ വയറിട്ട് നമ്മുടെ കഴുത്തിന് മുറുക്കുകയും ബെൽറ്റ് കൊണ്ട് മൃഗീയമായ രീതിയിൽ അടിക്കുകയും ചെയ്തു. ഈ സംഭവം വളരെ ഗൗരവമായി ഞങ്ങൾ അത് പോലീസിൻ്റെ ഭാഗത്ത് ഉന്നയിക്കുകയുണ്ടായി. പോലീസിൻ്റെ ഭാഗത്ത് ഉന്നയിച്ചപ്പോൾ വളരെ നിസ്സാര രീതിയിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണോ എന്നാണ് എൻ്റെ ചേട്ടനോട് പറഞ്ഞത്. വിവാഹമൊക്കെ കഴിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അതൊക്കെ പരസ്പരം സോൾവ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള ഒരു മീഡിയേറ്ററായിട്ട്, അതായത് ഒരു ബ്രോക്കർ. അപ്പോൾ ഈ ബ്രോക്കർ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നമ്മൾ വിലയിരുത്തേണ്ടത്? ബ്രോക്കർ എന്ന് പറയുമ്പോൾ ബ്രോക്കർ കാശ് കിട്ടുന്നവനാണ്. ബ്രോക്കർ കാശ് കിട്ടും. ബ്രോക്കർ എന്ന് പറയുമ്പോൾ ഒരു മീഡിയേറ്ററായിട്ട് നിന്നാൽ അവന് ബ്രോക്കർ കാശ് കിട്ടൂലേ? അപ്പോൾ അവിടെ നമ്മൾ കൂട്ടിയോജിപ്പിക്കാനല്ല നമ്മളവിടെ ചെന്നിരിക്കുന്നത്. ഒരു കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ മോളെയും കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്നത്. അതിന് ഒരു ദാക്ഷിണ്യത്തിൽ ഒരു പരിഗണനയും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള വളരെയധികം വേദനാജനകമായ ഒരു സംഗതി തന്നെയാണ്. ഈ നാടിന് തന്നെ ഒരു വേദനാജനകമാണ്. കാരണം നമുക്ക് നീതി ലഭിക്കേണ്ട പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിക്കുന്നില്ല. അങ്ങനെ നിസ്സാരമായി ഒരു കേസ് എഴുതി ഗാർഹിക പീഡനം എന്നാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത്. എനിക്കൊന്നും അതിനെപ്പറ്റി വലിയ വിവരങ്ങളൊന്നുമില്ല കേസിനെ പറ്റിയൊന്നും. പക്ഷേ കൊലക്കുറ്റം ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഈ കേബിൾ വലിക്കുമ്പോൾ കഴുത്ത് മുറുക്കുമ്പോൾ അത് കൊലക്കുറ്റം തന്നെയാണെന്ന് ഒരു വിവരമില്ലാത്തവനും അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കേസ് ചാർജ് ചെയ്യേണ്ടായിരുന്നില്ലേ? ആ നിമിഷം അങ്ങനെയുള്ളൊരു കേസ് ചാർജ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഈ അവസ്ഥ ഇപ്പോൾ ഉണ്ടാവുമോ? 4 ദിവസമായി ഞങ്ങൾക്ക് ഇന്ന് വരെ നീതി കിട്ടിയിട്ടില്ല. ഈ ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വരെ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ എന്തെന്നാ ഇവിടെ പറയുന്നത്? ആർക്കാ പിന്നെ നീതി കിട്ടുന്ന ആർക്കൊക്കെയാണ്? അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾക്ക് അന്ന് തന്നെ നല്ലൊരു CI ആയിരുന്നെങ്കിൽ, ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, നല്ലൊരു FIR ആണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അവനെ ആ സമയം തന്നെ അവനെ റിമാൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. അത് വളരെയധികം വേദന കാര്യമാണ്. പിന്നെ ഈ 4 ദിവസമായി സാർ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാർ, 4 ദിവസമായി ഇന്ന് അവനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സമയങ്ങളിൽ ഈ 4 ദിവസത്തിനുള്ളിൽ മെയിൻ എവിഡൻസുകൾ നഷ്ടപ്പെടും. നമുക്ക് എന്താണെന്നറിയാമോ? കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. കോടതിയിൽ നമ്മൾ ഈ കേസുമായി പോകുമ്പോൾ തെളിവുകളാണ്. ആ തെളിവുകൾ മെയിനായിട്ട് എന്താണ്? കുരക്കിൽ മുറുക്കിയ വള്ളി, കേബിൾ, മേത്തടിച്ച ബെൽറ്റ്, ഇത് കോടതിക്ക് ഇത് രണ്ടും തെളിവുകളാണ്. മറ്റത് ശരീരം കൊണ്ട് മാത്രം ഉപയോഗിച്ച മസിൽ പവറാണ്. പക്ഷേ ഈ 2 തെളിവുകളും അവർക്ക് നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അവനിവിടെ നിന്ന് രാജ്യം വിടാനുള്ള സാഹചര്യം വരെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി? ഇത് സത്യസന്ധമായ ഒരു നീതി ഞങ്ങൾക്ക് കിട്ടും വരെയും ഞങ്ങൾ അന്ത്യം വരെയും ഇതിനു വേണ്ടി പോരാടും. എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിൽ ഞാനും രണ്ട് കുട്ടികൾക്കിടെ 2 പെൺകുട്ടികളുടെ പിതാവാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഇനിയും ഇതേപോലുള്ള പെൺകുട്ടികൾക്ക് ഈ നല്ല രീതിയിലുള്ള ഒരു നീതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും, വേണ്ടപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട വിശ്വാസമാണ്. നമുക്ക് അത് കാക്കേണ്ടതുണ്ട്.